മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട സഹായധനം നൽകിയില്ല എന്ന് മാത്രമല്ല, ദുരന്തഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വന്നതിന്റെ ചെലവിനത്തിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 153.47 കോടി രൂപ പിടിച്ചു പറിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കേരളം കൈയടിച്ച് അഭിനന്ദിച്ചതാണ് അന്നത്തെ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനങ്ങളെ. ഇന്നിതാ 2018 പ്രളയ സമയത്ത് പണം വാങ്ങിയെടുത്തതുപോലെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്ററുകൾക്കുള്ള എയർ ബിൽ ഇനത്തിൽ SDRF നിധിയിൽ നിന്നും പണം കേന്ദ്രം പിടിച്ചെടുത്തിരിക്കുന്നു. ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് പ്രധാനമന്ത്രി വന്ന് കണ്ട് ഉറപ്പായി നൽകിയിട്ടും അത് കേന്ദ്രം നിഷേധിക്കുന്നതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഭീമൻ തുക തട്ടിയെടുത്തത്. ഇതോടെ മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് CPM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MP മാർ ഒത്തൊരുമിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടിട്ട് ദിവസം ഒന്നായി. പക്ഷേ അതിൽ സുരേഷ് ഗോപി അടക്കം 3 MP മാരെ കണ്ടില്ല. അത് മറ്റൊരു കാര്യം. മറുപടി പറയാൻ സമയം വേണമെന്നാണ് ആഭ്യന്തര കാര്യങ്ങളെല്ലാം നോക്കുന്ന അമിത്ഷായുടെ ഇപ്പോഴത്തെ നിലപാട്. സംസ്ഥാനമെന്ന പ്രളയത്തിൽപ്പെട്ടപ്പോഴും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവിനത്തിലും സഹായമായി നൽകിയ അരി, മണ്ണെണ്ണ എന്നിവയുടെ വിലയായും 290 കോടി രൂപ കേന്ദ്ര സർക്കാർ അന്ന് പിടിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ നിലപാട് കണ്ടാൽ കേരളം ഉണ്ടാക്കി വിടുന്നതാണോ ഈ പ്രളയമെന്ന് പോലും തോന്നിപ്പോകും. കേരളത്തിന്റെ SDRF നിധിയിൽ കഴിഞ്ഞ വർഷം ശേഷിച്ച 394.99 കോടി രൂപയും നടപ്പ് വർഷത്തെ വീതമായ 388 കോടിയും ചേർത്ത് 789.99 കോടി രൂപ ഉണ്ടായിരുന്നു. അത് മുണ്ടക്കൈ അടക്കം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്ര നിലപാട്. ഇതിൽ നിന്നുമാണ് 153 കോടി രൂപ ഇപ്പോഴും പിടിച്ചു പറ്റിയത്. ഫലത്തിൽ ശേഷിക്കുന്ന തുക 629.5 കോടി രൂപയായി. നഷ്ടം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ഉന്നതതല സമിതിയാണ് ഇങ്ങനെ പണം പിടിക്കാൻ നിർദ്ദേശിച്ചതെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഒരു ന്യായം പറയുന്നുണ്ടായിരുന്നു. കേരളത്തിൽ MP മാർക്ക് പക്ഷേ ആ ന്യായം അങ്ങ് മനസ്സിലായിട്ടുമില്ല. കേന്ദ്രമന്ത്രിയുടെ ന്യായീകരണം ഇങ്ങനെ നീളുന്നു: പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ ദുരന്ത നിവാരണത്തിലുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആവശ്യമായ സാമഗ്രികൾ നൽകിയും സാമ്പത്തിക പിന്തുണ നൽകിയുമാണ് കേന്ദ്രം സഹായിക്കുക. ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യമായ സാമ്പത്തിക സഹായം ഇരകൾക്ക് നൽകണം. അങ്ങനെ കേന്ദ്ര വീതം 291 സംസ്ഥാന വീതം 96 കോടിയും ഈ വർഷത്തെ കേന്ദ്ര വീതം പൂർണ്ണമായി നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മിച്ചം വെച്ച തുകയും ഉപയോഗിക്കാമെന്നും കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഈ തുക പിടിക്കാൻ കാരണമെന്നൊക്കെയാണ് ന്യായീകരണം നിരത്തുന്നത്. ഇതിനിടെയാണ് മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം CPM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലെ MP മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. മുണ്ടക്കൈ ദേശീയ ദുരന്തമായോ L3 വിഭാഗത്തിൽ വരുന്ന ഗുരുതര സ്വഭാവത്തിലെ പ്രതിക്ഷോഭമായ പ്രഖ്യാപിക്കണം. ആവശ്യപ്പെട്ട 2221 കോടി രൂപ അത് എത്രയും വേഗം അനുവദിക്കണമെന്നും MP മാർ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യമായാണ് കേരളത്തിലെ MP മാർ വിഷയത്തിൽ ഒരുമിച്ച് കേന്ദ്രത്തെ ഇങ്ങനെ സമീപിക്കുന്നത്. കേരളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ഏക BJP ലോക്സഭാ MP, തൃശൂർ MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പിന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ അംഗം PT ഉഷ ഇവർ വിട്ടുനിന്നു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP മാരുടെ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് LDF UDF MP മാർ അമിത്ഷായെ കണ്ടത്. പ്രധാനമന്ത്രിക്കും നിവേദനത്തിന്റെ കോപ്പി കൈമാറിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ 2221 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് MP മാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതുവരെ ഒരു പൈസയും അനുവദിച്ചിട്ടില്ല. എത്രയും വേഗം ഈ തുക അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ MP മാർ അമിത്ഷായോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടത്.